പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ഓഫ് റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ആൻഡ് വി പി, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, ഇൻക്ലിനേഷൻ വിത്ത് വി പി, ട്രൂ ലെങ്ത്, ഈ 5 ഡീറ്റെയിൽസ് തന്നിട്ടുള്ള ലൈനിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കാനുള്ള പ്രോബ്ലം ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. പ്രൊജക്ഷൻ ഓഫ് ലൈൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. മുകളിൽ പറഞ്ഞ ഡീറ്റെയിൽസ് തന്നിട്ടുള്ള ലൈനിൻ്റെ പ്രൊജക്ഷൻ റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു റെഫറൻസ് ഫിഗറായി എടുത്തുകൊണ്ട് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൻ്റെ എല്ലാ പ്രോബ്ലംസും എളുപ്പത്തിൽ വരയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ശ്രദ്ധയോടെ വീഡിയോ മുഴുവനും കാണുക. ലൈനിൻ്റെ ഈ 4 പൊസിഷൻസ് വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് പ്ലെയിൻസ്, ദാറ്റ് ഈസ് ലൈൻ പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, വെർട്ടിക്കൽ ലൈൻ, ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി, ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി പ്രൊജക്ഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 and 4, അതായത് ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി, ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി പൊസിഷനിലുള്ള ലൈനിൻ്റെ പ്രൊജക്ഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ലൈൻ ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ പ്രൊജക്ഷൻ വീഡിയോസ് കാണുക. ലൈൻ എ ബി ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, ദാറ്റ് ഈസ് ഇവിടെ ലൈൻ എ ബി ഈസ് ഇൻക്ലൈൻ θ ഡിഗ്രി വിത്ത് എച്ച് പി ആൻഡ് 5 ഡിഗ്രി വിത്ത് വി പി. അതായത് ലൈനിൻ്റെ എൻഡ് എയിലേക്ക് എച്ച് പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എൻഡ് ബിയിലേക്ക് എച്ച് പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. ദാറ്റ് മീൻസ് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി. അതേപോലെ വി പിയിൽ നിന്ന് എൻഡ് എയിലേക്കുള്ള ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ്, വി പിയിൽ നിന്ന് എൻഡ് ബിയിലേക്കുള്ള ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് അത് സെയിം ആകുമ്പോഴാണ് ലൈൻ പാരലൽ ടു വി പി ആകാറ്. ഇവിടെ അത് ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു വി പി ഓൾസോ. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആണ്. അതായത് ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എച്ച് പിയിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ ആ ലൈൻ എച്ച് പി ആയിട്ട് മേക്കുന്ന ആ ആംഗിൾ അതാണ് θ ഡിഗ്രി, ലൈനിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി. ഈ ലൈനിനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വി പിയിൽ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ വി പി ആയിട്ട് മേക്കുന്ന ആംഗിൾ അതാണ് ഇൻക്ലിനേഷൻ വിത്ത് വി പി 5 ഡിഗ്രി. ഈ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് ട്രേസ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് ട്രേസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ട്രേസ് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഈ ലൈൻ എ ബി ഇൻക്ലൈൻ θ ഡിഗ്രി വിത്ത് എച്ച് പി ആൻഡ് 5 ഡിഗ്രി വിത്ത് വി പി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. എ ലൈൻ എ ബി 70 mm long is inclined 30 degree to HP and 40 degree to VP. The end A is 10 mm above HP and 15 mm in front of VP. Draw its projections. Line AB യുടെ length, true length equal to 70 mm എന്ന് തന്നിരിക്കുന്നു. ലൈൻ ഈസ് ഇൻക്ലൈൻ θ ഡിഗ്രി ടു എച്ച് പി. എച്ച് പി ആയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ട്രൂ ആംഗിൾ θ ഈക്വൽ ടു 30 ഡിഗ്രി ആൻഡ് 40 ഡിഗ്രി ടു വി പി. ലൈൻ വി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ φ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. എൻഡ് എ ഈസ് 10 mm എബോവ് എച്ച് പി എന്നാണ് തന്നിരിക്കുന്നത്. അതായത് എച്ച് പിയിൽ നിന്ന് എൻഡ് എയിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈക്വൽ ടു 10 mm ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. എൻഡ് എയിലേക്ക് വി പിയിൽ നിന്നുള്ള ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 15 mm. ദറ്റ് ഈസ് എ ഡാഷ് ഈക്വൽ ടു 10 mm എബോവ് എക്സ് വൈ ലൈൻ, ടോപ്പ് വ്യൂ ഓഫ് എ ഈക്വൽ ടു 15 mm ഇൻ ഫ്രണ്ട്, ദാറ്റ് ഈസ് 15 mm ബിലോ എക്സ് വൈ ലൈൻ. കൂടാതെ ട്രൂ ലെങ്ത് ഈക്വൽ ടു 70 mm. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പിയുടെ ഏതൊരു പ്രോബ്ലം കൺസിഡർ ചെയ്യുമ്പോഴും അവിടെ 5 ഡയമെൻഷൻസ് അല്ലെങ്കിൽ 5 ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാകും. ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം
ഈ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ഈ കണ്ടീഷനിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെ വരുന്നു എന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഫോർ ഫ്രണ്ട് വ്യൂ, വിഷ്വൽ റേസ് എയിലൂടെ പാസ് ചെയ്ത് വി പിയിൽ മീറ്റ് ചെയ്യുന്നു, അതേപോലെ ബിയിലൂടെ പാസ് ചെയ്ത് വി പിയിൽ മീറ്റ് ചെയ്യുന്നു. ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് ഫോം ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഈ എ ഡാഷ് ബി ഡാഷ് നമുക്കിവിടെ വരയ്ക്കാൻ പറ്റില്ല. കാരണം ഈ എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ എ ഡാഷ് ബി ഡാഷ് ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതൊന്നും നമുക്ക് അറിയില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എ ബിയുടെ ട്രൂ ലെങ്ത് ഈക്വൽ ടു 70 എന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ബട്ട് ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് 70 ആയിരിക്കില്ല, ലെസ് ദാൻ 70 ആയിരിക്കും. കാരണം ലൈൻ ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് വി പി. ലൈൻ ഈസ് ഇൻക്ലൈൻ ടു വി പി ആണെങ്കിൽ ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് റെഡ്യൂസ് ചെയ്യുമെന്ന് നമ്മൾ ലൈൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി പ്രോബ്ലം കൺസിഡർ ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ ട്രൂ ആംഗിൾ ആയിരിക്കില്ല, ട്രൂ ലെങ്ത്ത് ആണ് ട്രൂ ഇൻക്ലിനേഷനുമായിട്ട് മേക്ക് ചെയ്യുക. ഇവിടെ ട്രൂ ലെങ്ത്തും ട്രൂ ഇൻക്ലിനേഷനും കിട്ടണമെങ്കിൽ ഈ ലൈൻ എ ബി പാരലൽ ടു വി പി ആകണമായിരുന്നു. ബട്ട് ഇവിടെ ലൈൻ എ ബി പാരലൽ ടു വി പി അല്ല. അതായത് ഈ കണ്ടീഷനിൽ ലൈൻ എ ബി പാരലൽ ടു വി പി ആകുമ്പോൾ മാത്രമേ എ ഡാഷ് ബി ഡാഷ് ട്രൂ ലെങ്ത് ആൻഡ് ഈ ഇൻക്ലിനേഷൻ ട്രൂ ഇൻക്ലിനേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കേസിൽ ലൈൻ ഇൻക്ലൈൻ ടു വി പി ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കില്ല, അതിൻ്റെ ഇൻക്ലിനേഷൻ ട്രൂ ആംഗിൾ ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ലൈൻ ഇൻക്ലൈൻ ടു വി പി ആകുമ്പോൾ ബിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഈ പൊസിഷനിലുള്ള ഫ്രണ്ട് വ്യൂ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ എ ഡാഷ് ബി ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗ്രേറ്റർ ദാൻ തീറ്റ ആയിരിക്കും. അത് ഫ്രണ്ട് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫ കൊണ്ടാണ്. അതേപോലെ ഈ ലൈനിൻ്റെ ടോപ്പ് വ്യൂ എങ്ങനെ വരുന്നു എന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. മുകളിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ എൻ്റെ എയിലൂടെ പ്രൊജക്ടർ എൻ്റെ ബിയിലൂടെ പ്രൊജക്ടർ പാസ് ചെയ്ത് എച്ച് പിയിൽ ടോപ്പ് വ്യൂ സ്മോൾ എ സ്മോൾ ബി കിട്ടും. ഇവിടെ ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി ആണ്. ടോപ്പ് വ്യൂ കൺസിഡർ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ഈ ലൈൻ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആണെങ്കിൽ എച്ച് പിയിലേക്കുള്ള ആ പ്രൊജക്ഷൻ ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ കിട്ടില്ല. ദെർഫോർ ഈ എ ബിയുടെ ട്രൂ ലെങ്ത് ആയിരിക്കില്ല ഈ ടോപ്പ് വ്യൂയുടെ ലെങ്ത്, അത് ലെസ് ദാൻ ട്രൂ ലെങ്ത് ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും, അതായത് ബീറ്റ ഡിഗ്രി ആയിരിക്കും. എച്ച് പിയിൽ നിന്ന് എൻ്റെ എയിലേക്കുള്ള ഡിസ്റ്റൻസും എച്ച് പിയിൽ നിന്ന് എൻ്റെ ബിയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആകുമ്പോഴാണ് ലൈൻ പാരലൽ ടു എച്ച് പി ആകുന്നത്. ഇവിടെ എൻ്റെ എയിലേക്കുള്ള ഡിസ്റ്റൻസും എൻ്റെ ബിയിലേക്കുള്ള ഡിസ്റ്റൻസും എച്ച് പിയിൽ നിന്നുള്ളത് ഡിഫറൻ്റ് ആണ്. ദാറ്റ് മീൻസ് ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി. അപ്പോൾ ലൈൻ പാരലൽ ടു വി പി ആകുമ്പോഴാണ് ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ വരയ്ക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ വരച്ചിരിക്കുന്ന ഈ സ്മോൾ എ ബി ട്രൂ ലെങ്ത് അല്ല, അത് ലെസ് ദാൻ ട്രൂ ലെങ്ത് ആയിരിക്കും. അതിൻ്റെ ഇൻക്ലിനേഷൻ ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും. അത് നമുക്കിവിടെ നോക്കാം. ഈ ലൈനെ എച്ച് പിക്കും കൂടെ ഇൻക്ലൈൻ ചെയ്യുകയാണെങ്കിൽ, ഈ എബോവ് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ കിട്ടും. അങ്ങനെ വരുമ്പോൾ ആ കിട്ടുന്ന ടോപ്പ് വ്യൂ എ ബി റെഡ്യൂസ് ആയിരിക്കും, അതിൻ്റെ ഇൻക്ലിനേഷൻ ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കുമെന്ന് നമുക്ക് ഇവിടുന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ട്രൂ ലെങ്ത്ത് എ ഡാഷിൻ്റെ പൊസിഷൻ, എയുടെ പൊസിഷൻ, ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി, ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് വി പി, ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. ഇനി ഈ ബി ഡാഷിൻ്റെ പൊസിഷൻ, ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നു എന്ന് കരുതുക. അതേപോലെ ബിയുടെ പൊസിഷൻ ഇങ്ങനെയൊക്കെ തന്നു എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ എച്ച് പിയെ താഴോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്ഷൻ ഇതേപോലെ കിട്ടും. ഈ പ്രോബ്ലത്തിലെ ഗിവൺ ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് ഇത് വരയ്ക്കാൻ പറ്റില്ല. എ ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും 10 mm എബോവ് എക്സ് വൈ ലൈൻ, എ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും 15 mm. ബട്ട് ബി ഡാഷിൻ്റെ പൊസിഷൻ, ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് നമുക്കറിയില്ല, ആൽഫ നമുക്കറിയില്ല, ഈ ബീറ്റ ഡിഗ്രി നമുക്കറിയില്ല, ടോപ്പ് വ്യൂയുടെ ലെങ്ത് അറിയില്ല, ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് അതും ഈ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല. ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു. റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ഓർ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ആ നെയിം പോലെ തന്നെ
ലൈനിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എൻഡ് എയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ആൻഡ് വി പി തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന ഇങ്ങനെ ഈ രണ്ട് ഡീറ്റെയിൽസും തന്നിരിക്കുന്ന പോയിൻറ്റിനെ ഫിക്സ് ചെയ്യുന്നു, എൻഡ് എനെ ഫിക്സ് ചെയ്യുന്നു. ഈ എൻഡ് എ ഫിക്സ് ചെയ്തുകൊണ്ട് എൻഡ് ബിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് ബി ഈസ് പാരലൽ ടു വി പി ആയി കൊണ്ടുവരുന്നു. അതൊരു പുതിയ പൊസിഷനാണ്, അതിന് V1 എന്ന് കൊടുക്കുന്നു. അതായത് ലൈൻ പാരലൽ ടു വി പി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനിലുള്ള ലൈനിൻ്റെ പ്രൊജക്ഷൻ ഈ തന്നിരിക്കുന്ന ഡാറ്റാസ് യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. കാരണം ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും, ഇൻക്ലിനേഷൻ ട്രൂ ഇൻക്ലിനേഷൻ ആയിരിക്കും, ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിന് പാരലൽ ആയിരിക്കും. അതേപോലെ ലൈൻ എ ബി ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പിയെ ഇൻക്ലിനേഷൻ വിത്ത് വി പി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് പാരലൽ ടു എച്ച് പി ആക്കുന്നു. ഈ ഡയറക്ഷനിലോട്ടേക്ക് കൊണ്ടുവരുന്നു. അടുത്തൊരു പൊസിഷൻ B2 അതിലേക്ക് കൊണ്ടുവരുന്നു. ഇതിൻ്റെയും ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും, ട്രൂ ഇൻക്ലിനേഷൻ ആയിരിക്കും, ഫ്രണ്ട് വ്യൂ റെഫറൻസ് ലൈനിന് പാരലൽ ആയിരിക്കും, അത് റെഡ്യൂസ് ലെങ്ത് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഈ ചേഞ്ച് ചെയ്തിരിക്കുന്ന ഈ രണ്ട് പൊസിഷനിൽ നിന്നും ഇനീഷ്യൽ പൊസിഷൻ, അതായത് ബി എന്ന് പറയുന്ന ഈ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആയി കിടക്കുന്ന ഈ പൊസിഷനിലേക്ക് ഈ ലൈനിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ഈ പോയിൻ്റ് ബിക്ക് ഫ്രണ്ട് വ്യൂയിലും ടോപ്പ് വ്യൂയിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എ ഡാഷ് പി ഡാഷും എ ബിയും വരയ്ക്കാൻ പറ്റും. അതാണ് ഈ ലൈൻ റൊട്ടേഷൻ മെത്തേഡ്. ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആയ ലൈൻ എ ബിയെ എൻഡ് എ ഫിക്സ് ചെയ്തുകൊണ്ട് എൻഡ് എക്ക് എബൌട്ട് റൊട്ടേറ്റ് ചെയ്ത് ലൈൻ പാരലൽ ടു വി പി ആക്കി മാറ്റുന്നു. ഈ പൊസിഷൻ B1 എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ മാറ്റുമ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി തീറ്റ ഡിഗ്രി ദാറ്റ് ഈസ് 30 ഡിഗ്രി അത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ടാണ് മാറ്റം വരുന്നത്. ദാറ്റ് മീൻസ് എൻഡ് ബിയിലേക്കുള്ള എബോവ് ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈ ബി ലെങ്ത്ത് അതിൽ ചേഞ്ച് വരാതെയാണ് ഈ B1 എന്ന് പറയുന്ന പുതിയ പൊസിഷനിലേക്ക് മാറ്റം വരുന്നത്. അപ്പോൾ അവിടെ ചേഞ്ച് ആകുന്നത് ഇൻഫറൻറ്റ് ഡിസ്റ്റൻസ് വിത്ത് ബി ആണ്. അത് ഇൻഫറൻറ്റ് ഡിസ്റ്റൻസ് വിത്ത് ബിയും ഇൻഫറൻറ്റ് ഡിസ്റ്റൻസ് വിത്ത് എയും സെയിം ആകുമ്പോൾ ലൈൻ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ തീറ്റ ഡിഗ്രി ടു എച്ച് പി ആയി കൊണ്ടുവരുന്നു. ഈ കണ്ടീഷനിലുള്ള ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവുകയാണ്. ഫസ്റ്റ് റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. എ ഡാഷ് എ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. എ ഡാഷ് 10 mm എബോ എക്സ് വൈ ലൈനാണ്, എബോ എച്ച് പി. എ 15 mm ബിലോ എക്സ് വൈ ലൈനാണ്, കാരണം 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. എ ഡാഷിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ലൈൻ പാരലൽ ടു വി പി ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും, ആ ഇൻക്ലിനേഷൻ ട്രൂ ഇൻക്ലിനേഷൻ ആയിരിക്കും. തീറ്റ 30 ഡിഗ്രി എടുത്തുകൊണ്ട് ലൈൻ എ ബി വണ്ണിൻ്റെ ഫ്രണ്ട് വ്യൂ എ ബി വൺ ഡാഷ് വരയ്ക്കുന്നു. ഈ ലെങ്ത് ട്രൂ ലെങ്ത് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 70 mm. അതിൻ്റെ ടോപ്പ് വ്യൂ നമുക്കറിയാം എ ബി പാരലൽ ടു എക്സ് വൈ ലൈനാണ്. B1 ഡാഷ് എന്ന് പ്രൊജക്ടർ വരച്ച് കഴിഞ്ഞു. എയിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും B1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ B1. എ B1 വരയ്ക്കുന്നു. ഇനി അടുത്ത പൊസിഷൻ നോക്കുന്നു. ദാറ്റ് ഈസ് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ലൈൻ എ ബിയെ പാരലൽ ടു എച്ച് പി ആക്കി മാറ്റുന്നു. എച്ച് പിയിൽ നിന്ന് എൻഡ് എയിലേക്കുള്ള ഡിസ്റ്റൻസും എച്ച് പിയിൽ നിന്ന് എൻഡ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആക്കുന്നു. ഇൻക്ലിനേഷൻ വിത്ത് വി പി 40 ഡിഗ്രി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് പുതിയ പൊസിഷൻ B2ലേക്ക് ലൈനിൻ്റെ പൊസിഷൻ മാറുന്നു. അത് AB2 ആണ്. ഇപ്പോൾ ലൈൻ പാരലൽ ടു വി പി ആണ്. ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് ആയിരിക്കും കിട്ടുക AB. ഇൻക്ലിനേഷൻ വിത്ത് വി പി ആയിരിക്കും ടോപ്പ് വ്യൂവിൽ കാണുക 40 ഡിഗ്രി. ഇത് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇത് ഇവിടെ തന്നെ വരയ്ക്കുന്നു. എയുടെയും എ ഡാഷിൻ്റെയും പൊസിഷൻ ഓൾറെഡി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 5 ഡിഗ്രി ദാറ്റ് ഈസ് 40 ഡിഗ്രിയിൽ ട്രൂ ലെങ്ത്തിൽ, അതായത് 70 mm. ഈ ലൈനിൻ്റെ ലെങ്തും 70 ആയിരിക്കും, ഈ ലൈനിൻ്റെ ലെങ്തും 70 സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ടോപ്പ് വ്യൂ കിട്ടുക B2 ആണ്. AB2 ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി B2ൻ്റെ ഫ്രണ്ട് വ്യൂ B2 ഡാഷ് അത് എക്സ് വൈ ലൈന് പാരലായിരിക്കും. അത് എ ഡാഷിലൂടെയുള്ള ലൈനിലായിരിക്കും. എ ഡാഷിന് വരുന്ന ലൈനും B2ൽ വരുന്ന പ്രൊജക്ടറും മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ B2 ഡാഷ് കിട്ടും. എ ഡാഷ് B2 ഡാഷ് വരയ്ക്കുന്നു. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു.
അതായത് ലൈൻ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ടുള്ള ഈ AB1 കണ്ടീഷനിൽ നിന്ന് ലൈനിനെ NDA എബോട്ട് ഫിക്സ് ചെയ്തുകൊണ്ട് ലൈൻ ഇൻക്ലൈൻ ടു വി പി അതായത് 40 ഡിഗ്രി ടു വി പി ഇതിനെ മാറ്റുമ്പോൾ NDBയുടെ ഫ്രണ്ട് വ്യൂവിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ടാണ് ബിയിൽ നിന്ന് B1ലേക്ക് ലൈനെ റൊട്ടേറ്റ് ചെയ്തത്. തിരിച്ച് B1 നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് എൻ്റെ ബിയിലേക്കുള്ള എബോ ഡിസ്റ്റൻസ്, അതായത് XY ലൈനിൽ നിന്ന് ഈ B1 ഡാഷിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും ഈ എച്ച് പിയിൽ നിന്ന് ബി എന്ന് പറയുന്ന പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കിത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ബിയുടെയും B1ൻ്റെയും പൊസിഷൻ സെയിം ഹൈറ്റ് ആയിരിക്കും ഫ്രം XY ലൈൻ. അതായത് ബി ഡാഷ് ഈ ലോക്കസിൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. B1 ഡാഷിൻ്റെ ഇപ്പുറത്തായിട്ട് ഇവിടെ എവിടെയാണ് ബി ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതേപോലെ AB2 പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി ആണ്. ഇൻക്ലിനേഷൻ വിത്ത് വി പി 5 ഡിഗ്രി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഇതിനെ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി അതായത് 30 ഡിഗ്രി ടു എച്ച് പി കൊണ്ടുവരുമ്പോൾ, അതായത് ഫൈനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ B2 ഡിസ്റ്റൻസ് അതായത് വി പിയിൽ നിന്നുള്ള ഇൻഫറൻറ്റ് ഡിസ്റ്റൻസ് ചേഞ്ച് ആകില്ല. കാരണം ഇവിടെ ഇൻക്ലിനേഷൻ വിത്ത് വി പി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ടാണ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഈ ഇൻഫറൻറ്റ് ഡിസ്റ്റൻസ് മാറ്റുന്നില്ല, പകരം ഈ എബോ ഡിസ്റ്റൻസ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ B2 ആൻഡ് ഇതിൻ്റെ ടോപ്പ് വ്യൂ ബി ഒരു സെയിം ലൈനിലായിരിക്കും. ആ ലൈനിൻ്റെ ലോക്കസ് XY ലൈനിന് പാരലായിട്ട് B2 ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇത് ലൈനിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ ഒരു കേസ് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് മനസ്സിലാക്കിയത് ഈ ബി ഡാഷ് ഈ ലോക്കസിലായിരിക്കുമെന്നും ബി ഈ സെയിം ലോക്കസിലായിരിക്കുമെന്നും ആണ്. ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് ട്രൂ ലെങ്ത് ആണ് ബി ഡാഷിൻ്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ലൈൻ ഇൻക്ലൈൻ 30 ഡിഗ്രി ടു എച്ച് പി ആണെങ്കിൽ ലൈനിൻ്റെ ട്രൂ ലെങ്തും അറിയെങ്കിൽ ആ ലൈനിൻ്റെ ട്രൂ ലെങ്ത് 30 ഡിഗ്രിയിൽ വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ലോക്കസിലാണ് ആ ലൈൻ ഇൻക്ലൈൻ ടു വി പി ആണെങ്കിൽ പോലും ഉള്ള ഫ്രണ്ട് വ്യൂയുടെ പൊസിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ വി പി ആയിട്ടുള്ള ഇൻക്ലിനേഷനിൽ ടോപ്പ് വ്യൂയുടെ പൊസിഷൻ കിട്ടുമെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി B1 ടു ബി ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ലൈൻ പാരലൽ ടു വി പിയെ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആക്കുമ്പോൾ ടോപ്പ് വ്യൂവിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. ഫ്രണ്ട് വ്യൂ നമ്മൾ മനസ്സിലാക്കി. ഫ്രണ്ട് വ്യൂ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ എവിടെയോ ആയിരിക്കും. AB1ൻ്റെ ടോപ്പ് വ്യൂ AB1 ആണെന്ന് നമുക്കറിയാം. ഈ ലൈനിൻ്റെ ലെങ്ത് ഈ ഇൻക്ലിനേഷനെയും ഈ ട്രൂ ലെങ്തിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇത് റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്, അത് ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി B1 ബിയിലേക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ടോപ്പ് വ്യൂയുടെ സൈസ് ഓർ ഷേപ്പ് ചേഞ്ച് ആകില്ല. ടോപ്പ് വ്യൂയുടെ സൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് ട്രൂ ലെങ്ത് ആണ്. ആ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ട്രൂ ലെങ്ത് ചേഞ്ച് ചെയ്യാതെയാണ് ഈ ലൈൻ ഇൻക്ലൈൻ ടു വി പി ആക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ടോപ്പ് വ്യൂയുടെ ലെങ്ത് സെയിം ആയിരിക്കും. അതേപോലെ ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻ്റ് മൂവ് ചെയ്യുന്ന ലോക്കസ് ഒരു ആർക്കിലായിരിക്കും എന്ന് മനസ്സിലാകും. ആ ആർക്കിൻ്റെ റേഡിയസ് ഈക്വൽ ടു AB1 ആണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതറിയെങ്കിൽ നമുക്ക് പോയിൻ്റ് ബിയുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം പോയിൻ്റ് ബി ഈ ലൈനിലാണെന്ന് നമുക്കറിയാം. പിന്നെ ടോപ്പ് വ്യൂയിൽ നോക്കുമ്പോൾ AB1 ബിയിലേക്ക് എത്തുമ്പോൾ B1ൻ്റെ ലോക്കസ് ഒരു ആർക്കിലാണെന്നും ആ ആർക്കിൻ്റെ റേഡിയസ് ഈക്വൽ ടു AB1 ആണെന്നും അതിൻ്റെ സെൻറ്റർ A ആണെന്നും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ AB1 റേഡിയസിൽ ഒരു ആർക്ക് ഈ ലോക്കസിലേക്ക് വരച്ച് കഴിഞ്ഞാൽ ഈ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ടോപ്പ് വ്യൂ ബി കിട്ടിക്കഴിഞ്ഞാൽ AB ആയിരിക്കും ഈ ലൈനിൻ്റെ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പിയുടെ ടോപ്പ് വ്യൂ. അതേപോലെ B2 ടു ബിയിലേക്ക് വരുമ്പോൾ, അതായത് AB2 ലൈൻ പാരലൽ ടു എച്ച് പി ആൻഡ് 40 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി ആയ ലൈനിനെ ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി കൂടിയാക്കി മാറ്റുമ്പോൾ അപ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് വി പി
കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ടാണ് മാറ്റുന്നത്. ദാറ്റ് ഈസ് ഈ ഇൻഫറൻറ്റ് ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെ മാറ്റുമ്പോൾ ടോപ്പ് വ്യൂ ഈ ലൈനിലാണ് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇപ്പോഴും AB2ൻ്റെ ഫ്രണ്ട് വ്യൂ A', ആണ്. A', ലെങ്ത്ത് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത് ഈ ഇൻക്ലിനേഷൻ 40 ഡിഗ്രി ആൻഡ് ലൈനിൻ്റെ ട്രൂ ലെങ്ത് 70 mm ആണ്. അത് ചേഞ്ച് ചെയ്യാതെയാണ് ഇൻക്ലിനേഷൻ വിത്ത് HP കൊണ്ടുവരുന്നത്. അതായത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫ്രണ്ട് വ്യൂയുടെ സൈസിനും ഷേപ്പിനും മാറ്റമില്ല, അതിൻ്റെ പൊസിഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. ആ പൊസിഷൻ നമുക്കറിയാം B' ഈ ലോക്കസിലാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും AB to Bയിലേക്ക് എത്തുമ്പോൾ B2 to B, അത് B എന്ന് പറയുന്ന പോയിന്റ് മൂവ് ചെയ്യുന്ന ആ ഒരു പാത്ത് ഒരു ആർക്കിലായിരിക്കും. ആ ആർക്കിൻ്റെ റേഡിയസ് ഈക്വൽ ടു A', B2' ആയിരിക്കും. അതിൻ്റെ സെൻറ്റർ ഈക്വൽ ടു A' ആയിരിക്കും. അപ്പോൾ A', B2' ആർക്ക് വരയ്ക്കുന്നു, അത് ഈ B1' ലോക്കസിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും B'. കിട്ടിക്കഴിഞ്ഞാൽ A', B' ജോയിൻ ചെയ്യും. ഇതാണ് ആ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ. പോയിൻ്റ് B ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ B' ആർക്ക് വരയ്ക്കാതെ തന്നെ B' ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ A' സെയിം പ്രൊജക്ടറിലായിരിക്കും, അത് റെഫറൻസ് ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. B1' സെയിം പ്രൊജക്ടറിലായിരിക്കും. B2 സെയിം പ്രൊജക്ടറിലായിരിക്കും. അതേപോലെ B' സെയിം പ്രൊജക്ടറിലായിരിക്കും. അത് ആ ഒരു പ്രൊജക്ടർ വരയ്ക്കുമ്പോൾ ഇതൊരു സെയിം ലൈനിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ വരണം. വന്നില്ലെങ്കിൽ അത് പാരൽ ലൈൻസ് എടുത്തതിലുള്ള മിസ്റ്റേക്ക് ഉണ്ടോ, അതോ ആർക്ക് വരയ്ക്കുന്നതിലുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു ആക്യുറസി പ്രശ്നം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് ഒഴിവാക്കുക. ലൈനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ B' ഒരു ലൈനിൽ വരുന്ന രീതിയിൽ കൊണ്ടുവരിക. A', B' ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്തിനേക്കാളും റെഡ്യൂസ്ഡ് ആണ്. അത് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ആണ് ആൽഫ. അതേപോലെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ബീറ്റ. ഒന്നുകൂടെ നോക്കാം. A' ലൊക്കേറ്റ് ചെയ്യുക. A' 10 mm എബോവ് XY ലൈൻ, A 15 mm ബിലോ XY ലൈൻ. A' ഹൊറിസോണ്ടൽ വരയ്ക്കുന്നു. ലൈൻ പാരലൽ ടു VP ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ട്രൂ ലെങ്ത് 70 mm, ട്രൂ ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയിൽ വരയ്ക്കാൻ പറ്റും. B1' ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. B1' ടോപ്പ് വ്യൂ B1 XY ലൈന് പാരലായിരിക്കും AB1 ലൊക്കേറ്റ് ചെയ്യുന്നു. ഇനി ലൈൻ പാരലൽ ടു HP ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ലൈനെ റൊട്ടേറ്റ് ചെയ്ത് HPക്ക് പാരലാക്കി വെക്കുന്നു. ഇൻക്ലിനേഷൻ വിത്ത് VP 5 ഡിഗ്രി, അതായത് 40 ഡിഗ്രി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട്. അപ്പോൾ ലൈനിൻ്റെ ടോപ്പ് വ്യൂ AB2 ട്രൂ ലെങ്തിൽ ട്രൂ ഇൻക്ലിനേഷനിൽ വരയ്ക്കാൻ പറ്റും. B2യുടെ ഫ്രണ്ട് വ്യൂ B2' XY ലൈന് പാരലായിട്ട് A'-ലൂടെയുള്ള ലൈനിലായിരിക്കും ഫ്രണ്ട് വ്യൂ. A' B2' വരയ്ക്കുന്നു. ഇനി AB1 പൊസിഷനിലുള്ള ലൈൻ പാരലൽ ടു VPയെ Bയുടെ പൊസിഷനിലേക്കും, അതേപോലെ ലൈൻ പാരലൽ ടു HP AB2നെ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VPയിലേക്കും കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യമാണ് B' ഈ ലോക്കസ് ലൈനിലായിരിക്കും, അതേപോലെ B ഈ ലോക്കസ് ലൈനിലായിരിക്കും. B1 നിന്ന് Bയിലേക്ക് എത്തുമ്പോൾ, അതായത് ലൈൻ പാരലൽ ടു VPയെ ലൈൻ ഇൻക്ലൈൻ ടു VP ആക്കുമ്പോൾ അതിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് HP കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ടോപ്പ് വ്യൂ AB സെയിം ആയിരിക്കും. മാത്രമല്ല B1 ടു B പാത്ത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആർക്കിലായിരിക്കുമെന്നും ആ ആർക്കിൻ്റെ റേഡിയസ് ഈക്വൽ ടു AB1 ആണെന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റി. AB1 ആർക്ക് വരയ്ക്കുമ്പോൾ B ഓൾറെഡി ഈ ലൈനിലാണെന്ന് മനസ്സിലായി. ഈ ലൈനിലേക്ക് മീറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ B കിട്ടും. AB ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈനിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറ്റി. അതേപോലെ A' B2' റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ B1' ലോക്കസിൽ മീറ്റ് ചെയ്യുമ്പോൾ B' കിട്ടും. A' B' ജോയിൻ ചെയ്യുന്നു, ഫ്രണ്ട് വ്യൂ കിട്ടി. B' ഒരു സെയിം പ്രൊജക്ടറിലായിരിക്കും. A' B' ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ ഡിഗ്രി. അതേപോലെ ടോപ്പ് വ്യൂ AB ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ ഡിഗ്രി. ആൽഫ ഗ്രേറ്റർ ദാൻ തീറ്റ ആയിരിക്കും, അതേപോലെ ബീറ്റ ഗ്രേറ്റർ ദാൻ പൈ ആയിരിക്കും എന്നും നമ്മളിവിടെ നിന്ന്
ഒബ്സർവ് ചെയ്തു. ഇനി ഈ ക്വസ്റ്റ്യൻ മാനുവലി എങ്ങനെ ചെയ്യുന്നു നോക്കാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. എ ലൈൻ എ ബി 70 mm long is inclined 30 degree to HP and 40 degree to VP. The end A is 10 mm above HP and 15 mm in front of VP. Draw its projections. അതായത് ഇവിടെ ലൈൻ എ ബി 70 mm ലോങ് ആണ്. ദാറ്റ് ഈസ് ലൈനിൻ്റെ ലെങ്ത് ഈക്വൽ ടു ട്രൂ ലെങ്ത് ഈക്വൽ ടു 70 mm ആൻഡ് ലൈൻ ഈസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു എച്ച് പി. അതായത് എച്ച് പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ഈ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ്. ആൻഡ് ഇൻക്ലൈൻ 40 ഡിഗ്രി ടു വി പി. വി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ 40 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. എൻഡ് എയുടെ പൊസിഷൻ 10 mm എബോ എച്ച് പി ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് തന്നിരിക്കുന്നു. എച്ച് പിയിൽ നിന്ന് എൻഡ് എയിലേക്കുള്ള ഡിസ്റ്റൻസും എച്ച് പിയിൽ നിന്ന് എൻഡ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ഡിഫറെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി. അതേപോലെ വി പിയിൽ നിന്ന് എൻഡ് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആൻഡ് വി പിയിൽ നിന്ന് എൻഡ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു വി പി. ലൈൻ ഈസ് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഈ ലൈനിൻ്റെ ഈ കണ്ടീഷനിലുള്ള പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതൊന്നുകൂടെ ഇവിടെ നോക്കാം. എയുടെ പ്രൊജക്ഷൻ എ ഡാഷ്, ബിയുടെ പ്രൊജക്ഷൻ ബി ഡാഷ്. ഈ എ ഡാഷ് ബി ഡാഷ് ട്രൂ ലെങ്ത് ആയിരിക്കില്ല. അത് ലൈൻ ഇൻക്ലൈൻ ടു വി പി ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ റെഡ്യൂസ് ലെങ്ത് ആയിരിക്കും. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈ തീറ്റ ഡിഗ്രി അല്ല. കാരണം തീറ്റ ഡിഗ്രി ഈ ലൈൻ എച്ച് പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ട്രൂ ആംഗിളാണ്. ഇങ്ങനെ പ്രൊജക്ടേഴ്സ് വരുമ്പോൾ അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതായത് ഡ്രോയിങ്ങിൽ കാണുന്ന ഈ ആംഗിൾ ഗ്രേറ്റർ ദാൻ 30 ആയിരിക്കും. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതേപോലെ ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ ഇത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗിവൺ ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കണമെങ്കിൽ ഈ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ഓർ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൽ ആദ്യം ചെയ്യുന്നത് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്നുള്ളത് ലൈൻ പാരലൽ ടു വി പി ആയിട്ട് ആദ്യം കൺസിഡർ ചെയ്യുന്നു. ഇത് പോയിൻ്റ് ബി ആണ്. എൻഡ് എ ഫിക്സ് ചെയ്യുന്നു. എൻഡ് എയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്റ്റ് എച്ച് പി ആൻഡ് വി പി ഗിവൺ ആണ്. അതുകൊണ്ട് എൻഡ് എ ഫിക്സ് ചെയ്തിട്ട് എൻഡ് ബിയുടെ പൊസിഷൻ മാറ്റിയിട്ട് ലൈൻ ഈസ് പാരലൽ ടു വി പി ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് സെയിം ആണ്. ഈ പൊസിഷനാണ് B1. ഈ കണ്ടീഷനുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമുക്കറിയാം. ലൈൻ പാരലൽ ടു വി പി ആകുമ്പോൾ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും. ടോപ്പ് വ്യൂ റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്. ബട്ട് എക്സ് വൈ ലൈന് പാരലാണ്. ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ആംഗിൾ കിട്ടും. തിൻ ലൈൻ യൂസ് ചെയ്ത് റഫറൻസ് ലൈൻ വരയ്ക്കുക. ഗിവൺ ഡാറ്റാസ് നോട്ട് ചെയ്യുക. ട്രൂ ലെങ്ത് ഈക്വൽ ടു 70 mm. ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇൻക്ലിനേഷൻ വിത്ത് വി പി ഫൈ ഈക്വൽ ടു 40 ഡിഗ്രി. എൻഡ് എ ഈസ് 10 mm എബോവ് എച്ച് പി. ദാറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ എ ഡാഷ് ഈക്വൽ ടു 10 mm എബോവ് എക്സ് വൈ ലൈൻ. End A is 15 mm in front of VP, that is 15 mm below XY line top view. ഈ 5 ഡാറ്റാസ് ആണ് തന്നിരിക്കുന്നത്. ഗിവൺ ഡാറ്റാസ് ലൊക്കേറ്റ് ചെയ്യാം. തിൻ പ്രൊജക്ടർ ലൈൻ യൂസ് ചെയ്ത് എ ഡാഷ് എ ലൊക്കേറ്റ് ചെയ്യാം. 10 mm എബോവ് എ ഡാഷ്, 15 mm below XY line A. ലൈൻ പാരലൽ ടു വി പി ആയിട്ട് ആദ്യം കൺസിഡർ ചെയ്യുക. ദർഫോർ ബി എന്നുള്ള പൊസിഷൻ മാറി B1 എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കേസിലെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് B1 ഡാഷ് തീറ്റ ഡിഗ്രി ദാറ്റ് ഈസ് 30 ഡിഗ്രിയിൽ വരയ്ക്കുക. എ ഡാഷിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ആ ലൈനിന് 30 ഡിഗ്രി മുകളിലേക്കാണ് എടുത്തിരിക്കുന്നത്. കാരണം എൻഡ് ബി ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലത്തിൽ എൻഡ് ബിയുടെ പൊസിഷൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻഡ് ബി ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് എബോവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 70 mm തിക്ക് ലൈൻ യൂസ് ചെയ്ത് എ ഡാഷ് B1 ഡാഷ് ലൊക്കേറ്റ് ചെയ്യുന്നു. ഈ പോയിൻ്റാണ് B1 ഡാഷ്. B1 ഡാഷ് അറിയെങ്കിൽ B1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ എയിലൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈനും B1 ഡാഷിന് വരുന്ന പ്രൊജക്ടറും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണെന്ന കാര്യം നമുക്കറിയാം. B1 ഡാഷിലൂടെ പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു. റഫറൻസ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് എയിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഈ പോയിൻ്റാണ്
B1. A B1 ലൈൻ വരയ്ക്കുന്നു. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. എൻഡ് എ ഫിക്സ് ചെയ്തിട്ട് ബി പാരലൽ ടു വി പി ആക്കി മാറ്റുന്നു. ഇങ്ങനെ പാരലൽ ടു വി പി ആകുമ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് വി പി 5 ഡിഗ്രി, ദാറ്റ് ഈസ് ഹിയർ 40 ഡിഗ്രി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് പാരലൽ ടു വി പി ആകുന്നു. ഈ ഹൈറ്റ് 10 mm ആകും, ഈ ഹൈറ്റ് 10 mm ആകും. ഈ ഇൻക്ലിനേഷൻ 40 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ടോപ്പ് വ്യൂവിൽ ട്രൂ ലെങ്ത് കിട്ടും, ഫ്രണ്ട് വ്യൂവിൽ റെഡ്യൂസ് ലെങ്ത് ആയിരിക്കും. അത് റെഫറൻസ് ലൈന് പാരലായിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൂടെ ഈ ഫിഗറിൽ വരയ്ക്കുന്നു. 40 ഡിഗ്രി ഞാൻ ഇവിടെയാണ് എടുക്കുന്നത്, ഇവിടെ എടുക്കുന്നില്ല. കാരണം പോയിൻ്റ് പൊസിഷൻ പ്രോബ്ലം തന്നിട്ടില്ല. അപ്പോൾ പോയിൻ്റ് ബി ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള അസംഷനിലാണ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എബോവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇനി അതല്ല, പോയിൻ്റ് ബിയുടെ പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. 40 ഡിഗ്രി എടുക്കുന്നു. 40 ഡിഗ്രിയിൽ ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത് ആയിരിക്കും, 70 mm വരയ്ക്കുന്നു. തിക്ക് ലൈൻസ് വരയ്ക്കുന്നു. ഈ പോയിൻ്റാണ് B2. ടോപ്പ് വ്യൂ AB2 കംപ്ലീറ്റ് ആയി. B2യുടെ ഫ്രണ്ട് വ്യൂ B2 ഡാഷ് ലൊക്കേറ്റ് ചെയ്യുന്നു. A ഡാഷ് B2 ഡാഷ് വരയ്ക്കുന്നു. ഇനി ലൈൻ പാരലൽ ടു വി പി ഇൻക്ലൈൻ 30 ഡിഗ്രി ടു എച്ച് പി എ. എൻഡ് എ ഫിക്സ് ചെയ്തിട്ട് ബീനെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഈ ലൈനെ റൊട്ടേറ്റ് ചെയ്ത് ഇൻക്ലൈൻ ടു വി പി 40 ഡിഗ്രി കൂടി ആക്കുമ്പോൾ ഈ പോയിൻ്റ് ബിക്ക് ഫ്രണ്ട് വീലും ടോപ്പ് വീലും സംഭവിക്കുന്നത് അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് സ്ക്വയർ കൺസിഡർ ചെയ്യുക. ഇവിടെ ലൈൻ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു എച്ച് പി. എൻഡ് എ ഫിക്സ് ചെയ്തുകൊണ്ട് ബി പൊസിഷൻ ചേഞ്ച് ചെയ്ത് ലൈൻ ഈസ് ഇൻക്ലൈൻ ടു വി പി ആക്കുമ്പോൾ ഈ ബിയുടെ പൊസിഷൻ നോക്കാം. ബി ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലായിരിക്കും വിത്ത് റെസ്പെക്ട് ടു എച്ച് പി ഉണ്ടാകുക. അപ്പോൾ ബിയുടെ പൊസിഷൻ ഇവിടെ കിട്ടിയെന്ന് കരുതുക. ഈ ഇൻക്ലിനേഷൻ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ ഇൻ്റർമീഡിയറ്റ് പൊസിഷനിലെയും പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സിൻ്റെ ഒക്കെ ലോക്കസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നും അത് എക്സ് വൈ ലൈന് പാരലാണെന്നും ഇവിടുന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം ഈ എബോവ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൈനിൻ്റെ ട്രൂ ലെങ്തിനെയും ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആണ്. അത് ചേഞ്ച് ചെയ്യാതെയാണ് ലൈൻ ഇൻക്ലൈൻ ടു വി പി ആക്കുന്നത്. അതുകൊണ്ട് ഈ എബോവ് ഡിസ്റ്റൻസ് സെയിം ആയിരിക്കുന്നതിന് മനസ്സിലാക്കാൻ പറ്റും. ബി ഡാഷ് ഈ B1 ഡാഷിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും എന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കൂടുതൽ ക്ലിയറായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് എൻഡ് എ, ഇത് എൻഡ് ബി എന്ന് കൺസിഡർ ചെയ്യുക. ലൈൻ എ ബി ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, ദറ്റ് ഈസ് ഇൻക്ലൈൻ തീറ്റ ഡിഗ്രി ടു എച്ച് പി ആൻഡ് 5 ഡിഗ്രി ടു വി പി. ഇതിനെ ഫസ്റ്റ് കണ്ടീഷനിൽ പാരലൽ ടു വി പി ആക്കി വെക്കുന്നു. ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരും. ഇവിടെ എ ഡാഷ്, ഇവിടെ B1 ഡാഷ്, ഈ ഹൈറ്റ് 10. ഇതിൻ്റെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈന് പാരലായിരിക്കും. ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു 15. അത് നമ്മൾ വരച്ചു കഴിഞ്ഞു. എ ഡാഷ് B1 ഡാഷ് ആൻഡ് എ B1. ഇനി ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് റിക്വയർഡ് പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ഇവിടെ ഒരു പോയിൻ്റാണ് B1 ഡാഷ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് ഈ ഓരോ പോയിൻറ്റും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഈ സെയിം ഹൈറ്റിലാണ് ഇരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ ഡാഷിൻ്റെ ലോക്കസ് ഈ ലൈൻ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ സെറ്റ് സ്ക്വയർ എടുക്കുക, അല്ലെങ്കിൽ ഇതെടുക്കുകയാണെങ്കിൽ ലൈൻ പാരലൽ ടു എച്ച് പി ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. AB2 എന്നുള്ള പൊസിഷനാണിത്. ഇതിൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ B2 കിട്ടും. ഇനി ഈ ലൈനിനെ ഈ ഇൻക്ലിനേഷൻ വിത്ത് വി പി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഇൻക്ലൈൻ ചെയ്യിക്കുമ്പോൾ ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ ഈ സെയിം ലൈനിൽ തന്നെ ആയിരിക്കും. കാരണം ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് ചേഞ്ച് ആകാതെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. കാരണം ഇൻക്ലിനേഷൻ വിത്ത് വി പി ആണ് ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിൻ്റെ ട്രൂ ലെങ്ത് ഓഫ് ദിസ് ലൈൻ. അത് രണ്ടും ചേഞ്ച് ചെയ്യാതെയാണ് ലൈൻ പാരലൽ ടു എച്ച് പിനെ ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആക്കി മാറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പോയിൻറ്റിൻ്റെ ലോക്കസ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് നമുക്ക് ഇവിടുന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ബി ഡാഷ് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും, ഈ B1 ഡാഷിൻ്റെ ഇപ്പുറത്തായിട്ട് എവിടെയോ ആയിരിക്കും എന്ന് മനസ്സിലായി. ബി ഡാഷിൻ്റെ ലോക്കസ് ചേഞ്ച് ഇൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. അതേപോലെ ബിയുടെ ലോക്കസും
നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു. അതും ചെയിൻ തിൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ടോപ്പ് വ്യൂവിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ടോപ്പ് വ്യൂ ഇപ്പോഴും ലൈൻ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻ ടു എച്ച് പി 30 ഡിഗ്രി ആകുമ്പോൾ ടോപ്പ് വ്യൂ ഇതാണ്. ഇവിടെ B2 കിട്ടും. ഇത് A. സെറ്റ് സ്ക്വയർ എടുക്കുന്നതെങ്കിൽ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ സൈഡാണ് ടോപ്പ് വ്യൂ. ഇനി ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്. ഈ ഇൻഫറൻറ്റ് ഡിസ്റ്റൻസ് മാറുന്നു. ദാറ്റ് ഈസ് ഈ ഇൻക്ലിനേഷൻ θ ഡിഗ്രി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ട്രൂ ലെങ്ത്തും ചേഞ്ച് ചെയ്യാതെ ഈ ലൈനിനെ 40 ഡിഗ്രി ടു വി പി ആക്കുമ്പോൾ അങ്ങനെ റിക്വയർഡ് പൊസിഷൻ എത്തുമ്പോൾ ഈ പോയിൻറ്റ്സിൻ്റെ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ആർക്കിലായിരിക്കും. ആ ആർക്കിൻ്റെ റേഡിയസ് ഈക്വൽ ടു A ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് AB2 ആയിരിക്കും. അങ്ങനെ ആ AB2 ബിയുടെ പൊസിഷനിൽ എത്തുന്നത് വരെ ഈ ആർക്ക് വരയ്ക്കാൻ പറ്റും. ബിയുടെ പൊസിഷൻ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെയാണെന്ന്. അപ്പോൾ ബി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AB1 റേഡിയസിൽ ഒരു ആർക്ക് വരച്ചാൽ മതി. ആ ആർക്ക് ഈ ലോക്കസ് ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും ബി. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി കോൺസ്റ്റൻ്റ് ആണ്, അതായത് ലൈൻ പാരലൽ ടു വി പി ആണ്. ലൈൻ ഇൻക്ലൈൻ ടു വി പി ആകുമ്പോൾ നമ്മൾ ഈ പോയിൻ്റ് ബിയുടെ ടോപ്പ് വ്യൂ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇപ്പോഴും B2 എന്ന് പറയുന്ന ഒരു പോയിൻ്റിലാണുള്ളത്. ഇപ്പോഴും വേറൊരു പോയിൻ്റിലാണ്, അത് വേറൊരു പോയിൻ്റിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലൈനിൻ്റെ ടോപ്പ് വ്യൂ AB2 ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈനിൻ്റെ ടോപ്പ് വ്യൂയുടെ സൈസ് ആൻഡ് ഷേപ്പ് മാറുന്നില്ല. ദാറ്റ് ഈസ് ഇപ്പോൾ കിട്ടുന്ന ഈ സൈസ് തന്നെയായിരിക്കും ഇവിടെ വെക്കുമ്പോഴുള്ള ഈ സൈസും. അത് എവിടെ വെച്ച് കഴിഞ്ഞാലും ഈ θ ഡിഗ്രി ചേഞ്ച് ചെയ്യാത്തിടത്തോളം കാലം ഈ ലൈനിൻ്റെ ടോപ്പ് വ്യൂയുടെ സൈസ് സെയിം ആയിരിക്കും. പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ. AB1 റേഡിയസിൽ ആർക്ക് വരയ്ക്കുന്നു. അത് B2 പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈനിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് ടോപ്പ് വ്യൂ ബി. അതേപോലെ ലൈൻ പാരലൽ ടു എച്ച് പി കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂവിന് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻഫറൻറ്റ് ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ടോപ്പ് വ്യൂ ഈ ലൈനിലായിരിക്കും. അത് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്തു. ഇനി അതിൻ്റെ ഫ്രണ്ട് വ്യൂവിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെയാണ്. ഇതാണ് B2 ഡാഷ്. ഇവിടെ A ഡാഷ് കിട്ടും. ഈ A ഡാഷ് B2 ഡാഷ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈൻ പാരലൽ ടു എച്ച് പി ആണ്. ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആക്കുമ്പോൾ ഈ പോയിൻറ്റിൻ്റെ ലോക്കസ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതൊരു ആർക്കിലാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ്, അടുത്ത നിമിഷത്തിൽ അത് ഇവിടെയായിരിക്കും. ഇങ്ങനെ ഒരു ആർക്കിലായിരിക്കും. ഈ ആർക്കിൻ്റെ റേഡിയസ് ഈക്വൽ ടു ഈ A ഡാഷ് B2 ഡാഷ് ആണ്. ബി ഡാഷിൻ്റെ പൊസിഷൻ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് B1 ഡാഷിലൂടെ പാസ് ചെയ്യുന്ന ഈ XY ലൈന് പാരലായിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈനിലാണ് എന്ന്. അപ്പോൾ നമുക്ക് ബി ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന് A ഡാഷ് B2 ഡാഷ് കോമ്പസിലെടുത്തിട്ട് A ഡാഷ് സെൻറ്ററായിട്ട് A ഡാഷ് B2 ഡാഷ് ആർക്ക് ഈ ബി ഡാഷിൻ്റെ ലോക്കസ്, അതായത് B1 ഡാഷിലൂടെ പാസ് ചെയ്യുന്ന ലൈനിലേക്ക് വരച്ചാൽ മതി. ആ ലൈനിലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് ബി ഡാഷ്. ഇൻ ആർക്ക് വരയ്ക്കുക, കൺസ്ട്രക്ഷനാണ്, ആർക്ക് കീപ്പ് ചെയ്യണം. ഈ പോയിൻ്റാണ് ബി ഡാഷ്. ബി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് AB ജോയിൻ ചെയ്യാം. അതാണ് ഫൈനൽ പൊസിഷനിലുള്ള ടോപ്പ് വ്യൂ. അതേപോലെ ബി ഡാഷ് കിട്ടിയ സ്ഥിതിക്ക് A ഡാഷ് B ഡാഷ് ജോയിൻ ചെയ്യാം. അതാണ് ഫൈനൽ ഫ്രണ്ട് വ്യൂ. ഇനി A ഡാഷ് A സെയിം പ്രൊജക്ടർ ലൈനിലാണ്. B1 ഡാഷ് B1 സെയിം പ്രൊജക്ടർ ലൈനിലാണ്. B2 B2 ഡാഷ് സെയിം പ്രൊജക്ടർ ലൈനിലാണ്. അങ്ങനെയാണെങ്കിൽ ബിയും ബി ഡാഷും സെയിം പ്രൊജക്ടർ ലൈനിൽ വരണം. പാരൽ ലൈൻസ് ഒക്കെ കറക്റ്റായിട്ടാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ഈ ബി ഡാഷ് സെയിം ലൈനിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇൻ പ്രൊജക്ടർ ലൈൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇനി ഈ ബി കിട്ടിക്കഴിഞ്ഞാൽ ബി ഡാഷിൻ്റെ ലോക്കസ് ഓൾറെഡി നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇവിടുന്ന് ഈ പ്രൊജക്ടർ ലൈൻ വരച്ചിട്ട് ബി ഡാഷ് ഒഴിവാക്കാം. അപ്പോൾ ഈ റൊട്ടേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പിയുടെ പ്രൊജക്ഷൻ. ഇത് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പ്രോബ്ലത്തിലൊക്കെ വരുമ്പോൾ ഈ ഡാറ്റാസ് മാറും. ഏത് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പിയുടെ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും അതിൽ 5 ഡീറ്റെയിൽസ്, അതായത് 5 ഡയമെൻഷൻസ് അല്ലെങ്കിൽ 5 ഡാറ്റാസ് തന്നിട്ടുണ്ടാകും. ഇതിൽ മാറ്റം വരുത്തുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതായത് ട്രൂ ലെങ്തിന് പകരം ഫ്രണ്ട് വ്യൂയുടെ ലെങ്തോ, അല്ലെങ്കിൽ ഈ ബി ഡാഷിൻ്റെ പൊസിഷനോ, അല്ലെങ്കിൽ ബിയുടെ പൊസിഷൻ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പിക്ക് പകരം A ഡാഷ് B ഡാഷ് മേക്ക് ചെയ്യുന്ന ആൽഫ ഡിഗ്രി, അല്ലെങ്കിൽ AB മേക്ക് ചെയ്യുന്ന ബീറ്റ ഡിഗ്രി, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ 5 ഡീറ്റെയിൽസ് ആണ് തരിക. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഫിഗർ റെഫറൻസ് ഫിഗറായിട്ട് എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
ഗിവൺ ഡാറ്റാസ് ഡയമെൻഷൻ ചെയ്യുക. ഇവിടെ എ ഡാഷ് ബി ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ, എ ബി ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടില്ല. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ മെഷർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആൽഫ ബീറ്റ എന്നിവിടെ മാർക്ക് ചെയ്തിട്ട് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു മെഷർ ചെയ്ത് എഴുതുന്നതാണ്. ഈ റേഞ്ചിലായിരിക്കും ആൽഫ ബീറ്റ വരിക. ഈ വീഡിയോയിൽ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്ത് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി പ്രോബ്ലം വരയ്ക്കുന്നതാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫിഗർ റെഫറൻസ് ഫിഗറായി വെച്ചുകൊണ്ട് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പിയുടെ ഏതൊരു പ്രോബ്ലവും ചെയ്യാൻ പറ്റും. ഈ ഡാറ്റാസിന് പകരം അടുത്ത പ്രോബ്ലത്തിൽ വരുന്നത് സംടൈംസ് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് തരും, അല്ലെങ്കിൽ ടോപ്പ് വ്യൂയുടെ ലെങ്ത് തരും. ഇൻക്ലിനേഷൻ ഓഫ് ഫ്രണ്ട് വ്യൂ വിത്ത് എക്സ് വൈ ലൈൻ ആൽഫ തരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു 5 ഡാറ്റാസ് തന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഈ ഒരു ഫിഗറിനെ റെഫറൻസ് ഫിഗറായി വെച്ചുകൊണ്ട് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. അതായിരിക്കും അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.